സമയം നോക്കിയാൽ 7:20. അപ്പോൾ നമ്മളുടെ പണികളോടെ കണ്ടോ. രണ്ട് ചേന നടാൻ പോവാണ്. അപ്പം ഈ ചേനയ്ക്ക് കുഴി ഞാൻ കുത്തിയിരിക്കുന്നത് എവിടെയാ? വാഴയുടെ കടയ്ക്കുന്ന 2 അടി അകലത്തിൽ. അപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതൊരു പാളയം കൂടെ വാഴയാണ്. പിന്നെ ഇതൊരു തെങ്ങും തൈ കണ്ടില്ലേ? ഈ തെങ്ങും തൈയും വാഴയുടെയും അടുത്താണ്. അപ്പോൾ ഈ വാഴയുടെ ഇലകൾ, ഉണങ്ങിയ കരിയില, അതുപോലെ തന്നെ തേക്കിൻ്റെ ഇലകൾ, വാഴയുടെ പിണ്ടി, ഈ സാധനങ്ങളൊക്കെ ഈ കുഴിയിലിട്ടേക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടുത്തെ പുല്ലൊക്കെ കാടൊക്കെ വെട്ടിയിട്ട് ഈ കുഴിയിൽ നിറയ്ക്കും. അപ്പം നമ്മുടെ വാഴയുടെ കടയും വൃത്തിയാവും, അതുപോലെ തന്നെ തെങ്ങിൻ തൈയുടെ കടയും വൃത്തിയാവും. കണ്ടോ? അപ്പോൾ ഈ വാഴയുടെ ഇലകളും സാളും പിന്നെ വാഴയുടെ തൈ, ആവശ്യമുള്ള തൈയൊക്കെ മുറിച്ചിട്ട് കുഴിയിലിടണം. കണ്ടോ? ഇവിടെയൊക്കെ ആകെ വൃത്തിയായി. കണ്ടോ? അപ്പോൾ നമ്മൾ ചേനയ്ക്ക് കുഴി കുത്തുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ വാഴയുടെ കടയും വൃത്തിയാവും, ഇവിടെ തൊട്ടടുത്തുള്ള ഇതുകളും വൃത്തിയാവും. അപ്പം ഇതൊക്കെ ഞാൻ വെട്ടി കുഴിയിൽ നിറയ്ക്കണം. അപ്പോൾ ഇത് വന്ന് വാഴപ്പണി കണ്ടോ? ഇവിടെയുള്ള ചപ്പ് ചവറുകൾ സാധനങ്ങളൊക്കെ ഇതുണ്ടോ? ഈ വാഴയുടെ ചാണകം കണ്ടോ? അപ്പം നല്ല കന്നുകാലി ചാണകം കണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അത് ഇതേ ഒരു ചാക്കിൽ നമ്മളൊരു 10-35 രൂപയ്ക്കുള്ള ചാണകം ഇട്ടു കണ്ടോ? ഈ കുഴിയുടെ മുകളിൽ. എന്നിട്ട് ഇതിലാണ് ചേന വെച്ചോളുന്നത്. അപ്പോൾ ഒരു 35 രൂപ വരെ ചേന, 1/2 കിലോ ചേന 35 രൂപ വരെ ചാണകം, അല്ലെങ്കിൽ ഒരു 50 രൂപ. അപ്പോൾ 85 ആയി. ഇനി നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു 400-500 രൂപയ്ക്കുള്ള ചേന കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 70 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 5 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടിയൊക്കെ പൈസ കിട്ടും. അപ്പോൾ അതിൻ്റെ നടുവിൽ തന്നെ ഒരു കുഴി കുത്തി ഇനി അതിലാണ് നമ്മുടെ ചേന വെച്ച് കൊടുക്കുക. അപ്പം ഉണ്ടോ, ഒരു 1 അടി താഴ്ചയുള്ള ഒരു കുഴി, ഒരു 4 അടി റൗണ്ട്. അതിൽ ഇവിടെയുള്ള വാഴയുടെ ഇലകളും മറ്റുള്ള കരിയിലകളൊക്കെ നിറച്ചു. ഇപ്പം ഈ ചേന ഉണ്ടോ, ഇതൊരു 1 കിലോൻ്റെ ചേനയാണ്. ഞാൻ മുറിച്ചിട്ട് 1-1.25 ഉണ്ടാവും. അത് മുറിച്ചിട്ട് പകുതി ഇതിൽ കുഴിച്ചിടും. അപ്പോൾ ഇതൊരു എളുപ്പ പണിയാണ്. വാഴയുടെ കിഴക്കേ കുഴി കുത്തി, അപ്പോൾ വാഴയുടെ ഇലയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നിറച്ച് കുറച്ച് ചാണകം ഇട്ട് കൊടുത്തു. എന്നിട്ട് കണ്ടോ, ഈ പകുതി ചേനയാണ് വെക്കുന്നത്. ഇത് കുഴിച്ചിട്ട് ആണെങ്കിൽ ഇനി മുളച്ചൊക്കെ വന്നിട്ട് ചേന ഉണ്ടാവുക ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ്, അല്ലാണ്ട് ഇതിൻ്റെ പകുതിയല്ല ഉണ്ടാവുക. ഇതുപോലെ ഷേപ്പ് റൗണ്ട് എങ്ങനെ കുഴിച്ചിട്ടാലും ഇതേ ഷേപ്പിൽ വരും. അപ്പം ഇതൊരു 5-8 കിലോ എങ്കിലും കിട്ടും. കാരണം നല്ല വളവും ഇലകളൊക്കെ ഇഷ്ടം പോലെ കണ്ടില്ലേ? ഇവിടെയൊക്കെ കരിയിലകൾ, ഉണങ്ങിയ ഇലകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം നമ്മളുടെ ഈ പാളയംകുടം വാഴ കണ്ടോ, ഈ ചവറും സാധനമൊക്കെ ഇവിടെ അങ്ങോട്ട് ഇട്ട് മൂടണം. അപ്പോൾ ഈ പാളയംകുടയും വാഴയ്ക്കും അത് കുറച്ച് വളവും സാധനമൊക്കെ കിട്ടും കണ്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മണ്ണിട്ട് ആദ്യം മൂടണം. ഇനി നമ്മൾ ഈ വഴിക്ക് വരണ്ട. ഇനി മഴ പെയ്ത് ഒരു 1-1.5 മാസം കഴിയുമ്പോൾ ഇവിടെ നിറച്ച് പുല്ല് വരും. അതൊന്ന് കളയണം. അത്രയ്ക്ക് പണിയുള്ളൂ. പിന്നെ മഴക്കാലം കഴിയണമെങ്കിൽ നമുക്ക് അടിപൊളി ചേന കിട്ടും. ഇത് കടപ്പ്ളാവാണ്, കടപ്പ്ളാവ്. ഇതിൻ്റെ ഇല കണ്ട, കടപ്പ്ളാവിൻ്റെ ഇല. അപ്പം 7:20 തുടങ്ങിയത്. വെറും 10-15 മിനിറ്റാണ് വേണ്ടു 2 ചേന നടാൻ. അപ്പോൾ ഈ 15 മിനിറ്റിൽ 2 ചേന നടും. കിട്ടുന്നതോ 70 രൂപ ചിലവ്, അല്ലെങ്കിൽ 150 ചിലവ്. ഒരു 12 കിലോ 14 കിലോ ചേന കിട്ടും. അപ്പോൾ എത്രയുണ്ട്? 84, 850 കിലോ ചേന കിട്ടും.
അതും നമ്മുടെ വെറും ചാണകം ഇട്ട് കൊടുത്തിട്ടുള്ള ചേനയാണ് കണ്ടോ. അപ്പം നിങ്ങൾ കടകളിൽ നിന്നൊക്കെ ചെറിയ ചേനകളൊക്കെ മേടിക്കുന്നത് മുഴുവനും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് കേരളത്തിലത്തെ ചേനയൊന്നല്ല. അപ്പോൾ ഇത് കണ്ടോ, നിസ്സാര സമയമായിട്ടുള്ള ഒരു ചേന ഒഴിച്ചിട്ടു അല്ലേ. ഈ വാഴയ്ക്ക് അത്യാവശ്യം വളം കിട്ടും, നല്ലൊരു വാഴക്കൊലയും കിട്ടും, ചേനമെന്ന് ചേനയും കിട്ടും. അപ്പം ഞാൻ വേറൊരു കുഴിയും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോകണം. അപ്പോൾ ഉണ്ടോ സമയം വെറും 6 മിനിറ്റ് 7 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ കാടൊക്കെ വെട്ടി തെളിച്ചിട്ട് ഇനി അടുത്ത പണി. അപ്പോൾ നമ്മുടെ ഇതാണ് കുഴി. പുല്ലൊക്കെ ഒന്ന് കളയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ ഒന്ന് ഇളക്കണം, എന്നിട്ട് മണ്ണിടും. എവിടെ ഉണ്ട് പിക്കാസ്? ഈ പൈപ്പ് ഇങ്ങോട്ട് തിരിക്കുക, ഞാൻ പോണത് പിടിക്കേ. ഇതാണ് അപ്പൊ നമ്മുടെ കേട്ടോ. അപ്പോൾ കളക്കാനൊക്കെ പണിക്ക് വിളിക്കുമ്പോഴേ ഇങ്ങനെ അവരെ മുണ്ട കഴിയും. അപ്പോൾ അവർ 10 മിനിറ്റ് മുണ്ട കുത്തുക, അത് കഴിഞ്ഞിട്ട് മടക്കി പോവുക. പണിക്കാർ ബേഡി കളിക്കാൻ പോകും. ഒരു ബേഡി കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അതേ മൂത്ത് വയ്ക്കാൻ മുട്ടായിരുന്നു മതി. എന്നിട്ട് എപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ കാണിക്കുക കണ്ട, ഇത് ഇതിൻ്റെ കടയ്ക്ക് മുഴുവൻ വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കൈക്കോട്ടിട്ടു കണ്ടോ, ഈ വേസ്റ്റൊക്കെ നമുക്ക് തട്ടും കണ്ടോ. കപ്പ് ചാവുന്ന കാശ് പത്ത് വയ്ക്കണ്ട. അപ്പൊ നമ്മളൊന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ പണിയെടുത്ത് കഴിഞ്ഞാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കാം കണ്ടോ. ഈ ചപ്പ് ചവറൊക്കെ അങ്ങോട്ട് കണ്ടോ, ഈ കുഴിയിലേക്കാണ്ട് വെട്ടിയിടും. അതിനുശേഷം അതിന്റെ മുകളിലാണ് ചേന വയ്ക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാവലും കഴിഞ്ഞു നമുക്ക് കാശ് കിട്ടി. അപ്പോൾ ഒരൊറ്റ ഇതിന് നമുക്ക് 2 ഉപകരണം കണ്ടോ. അപ്പം ഞാനൊക്കെ എന്നും കാലത്തന്നെ 5:30 നടക്കാൻ പോകും. മോർണിംഗ് വാക്ക് 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ കളക്കലും മുറിക്കലും. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടിയാൽ മതി. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് പഠിക്കുക. നല്ല അടിപൊളി നാച്ചുറൽ ഫുഡ് കഴിക്കണമെങ്കിൽ ഇതുപോലെ സ്വയം പണിയെടുക്കണം. ഇന്ന് കേരളത്തിൽ കൂലിപ്പണിക്കോ മറ്റോ ഇതിനൊന്നും ഒരാളെയും കിട്ടാനില്ല. അപ്പം നമ്മൾ തന്നെ കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞെങ്കിൽ നമ്മളുടെ അധ്വാനം നമ്മളുടെ ശരീരത്തിൽ കാണാം. അപ്പോൾ ഉണ്ടോ ചാണകം കൊണ്ടിട്ടു. ഇനി ഇതിലാണ് നമ്മളുടെ ചേന വെച്ചോളുന്നത്. അപ്പോൾ ഇട്ടത് കുറച്ച് കൂടി, അപ്പോൾ ഇത് ഞാൻ വാരി കളയണം. ഉണ്ടോ, ഇതാണ് നമ്മുടെ
സമയം ഒരു 13-14 മിനിറ്റ്. 2 എണ്ണം കുഴിച്ചിട്ടുള്ളത്, 2 എണ്ണം. അപ്പോൾ ഒരു കുഴി കുത്തി കുഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടിയത് 15 മിനിറ്റ് 20 മിനിറ്റ്. അപ്പോൾ എല്ലാവരും ചേന വീട്ടിലില്ലാത്തവരൊക്കെ കടയിൽ നിന്ന് മേടിക്കുക. 1 കിലോയ്ക്ക് 70 രൂപ, 2 പീസാക്കുക, കുഴിച്ചിടുക. ഇതുപോലെ ഒരു 10-35-40 രൂപയ്ക്കുള്ള വളം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു 80 രൂപ ചിലവ്. ഒരു 5-8 കിലോ ചേന, 8 കിലോ ചേനയ്ക്ക് ഇവിടെ 856 560 രൂപയുണ്ട്. 70 രൂപയാണ് ഈ നാടൻ ചേന ഇപ്പോൾ കിലോയ്ക്ക് വില. ഓഫ് സീസൺ ആയിട്ടുണ്ടെങ്കിൽ 100 രൂപ വരും. അപ്പോൾ ഒരു 5 കിലോ കിട്ടിയാൽ 500 രൂപ. ആകെ നമുക്ക് 70 രൂപ ചിലവ്. 70 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്കുള്ള ചേന കിട്ടും. കണ്ടോ ഇവിടെ കുത്തി ചെയ്ത് നോക്കിയാൽ എന്താ ഭംഗി. അപ്പോൾ നിങ്ങൾ കൃഷിയും ചെയ്യേണ്ട, കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പൈസ പോലും ലാഭം കിട്ടില്ല. ഇതുപോലെ സ്വന്തമായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ പോവാണ്, വീട്ടിൽ പോവാണ്. ഇനി ഭക്ഷണം കഴിക്കട്ടെ. 10 മിനിറ്റ് ചാന നടന്നു കഴിഞ്ഞ് പണി കഴിഞ്ഞ് പോകണം. അവിടെ ഒരു ചാന ഇട്ടു, അവിടെ ഒരു ചാന ഇട്ടു, 2 ചാന ഉപയോഗം 20 മിനിറ്റ്. അതില്ലേ